മലയാളത്തിൽ ഇത്തരമൊരു സിനിമയുണ്ടാകുമോ എന്ന പലരുടെയും ചോദ്യത്തിനുള്ള മറുപടിയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ എമ്പുരാൻ എന്ന സിനിമയിലൂടെ നൽകിയിരിക്കുന്നത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനായി ഏറെ നാളായി മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. രാവിലെ 6 മണിക്കാണ് ഷോ ആരംഭിച്ചത്. എല്ലാ ടിക്കറ്റുകളും നേരത്തെ തന്നെ വിറ്റുപോയിരുന്നു. മോഹൻലാലിന്റെ മാസ് പ്രകടനം കൊണ്ട് നിറഞ്ഞതായിരുന്നു സിനിമ. ഡയറക്ഷൻ പൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ നല്ല ഡയറക്ഷനും നല്ല ആക്ഷൻ സീക്വൻസും എല്ലാം സൂപ്പർ പടം. തീർച്ചയായിട്ടും വൻ തിരിച്ചുവരവാണ്. ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലാണ്. മോഹൻലാലിന്റെ അഭിനയം കൊണ്ടും ഡയലോഗ് കൊണ്ടും ആരാധകരെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ്. നല്ല ഫിലിമാണ്, ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. നല്ല ഫിലിമാണ്. സോങ്സ് എല്ലാം നല്ല സെറ്റായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫിലിമാണ്. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ട് ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണ്. ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. സ്ട്രോങ്ങസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇത്തരം ഒരു സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റാണ് എല്ലാം. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. ഒരു ഹോളിവുഡ് ടച്ചിലാണ് കഥ പറയുന്നത്. മികച്ച ഛായാഗ്രഹണം എമ്പുരാനെ ഒന്നുകൂടി മികവുറ്റതാക്കുന്നു. കൊച്ചിയിൽ സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാലും സിനിമ കാണാനെത്തി. ഇത്തവണത്തെ വേനൽക്കാലം ഒരുപക്ഷെ എമ്പുരാൻ കൊണ്ടുപോയേക്കാം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.